കോഴിക്കോട് പെരുവയലിൽ ആളുമാറി വോട്ട് ചെയ്തതിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തു. ക്രമക്കേടിന് പിന്നാലെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്ത പോളിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് എഫ്ഐആർ. വീട്ടിലെ വോട്ട് ക്രമക്കേട് നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് സാധാരണ നിലക്ക് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കും. പോളിംഗ് ബൂത്തിലേക്കല്ലല്ലോ അവരെത്തുന്നത്, പോളിംഗ് ബൂത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ വീട്ടിലെത്തി ആ പ്രായമുള്ള ആൾ വോട്ട് ചെയ്യും. ഇതാണിപ്പോൾ സംഭവിക്കുന്നത്. അതിൽ ക്രമക്കേടുകൾ നടക്കാൻ പാടില്ല. ക്രമക്കേട് നടന്നാൽ കർക്കശമായ നടപടി കമ്മീഷൻ സ്വീകരിക്കുക. അപ്പം ഫലപ്രദമായ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. PS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, മുഖ്യമന്ത്രി തന്നെ അതിൽ പ്രതികരണം നടത്തുന്നു. സ്വാഭാവികമായിട്ടും വിവിധ ഇടങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പ്രതികരണമായി കാണാം. ഇത് വ്യാപകമായി നടക്കുന്നു എന്നുള്ള ആക്ഷേപത്തെ സാധൂകരിക്കുന്നുണ്ടോ ഇത്? രകേഷ്, ഇപ്പോൾ പല ഭാഗത്തു നിന്നായിട്ട് ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. പെരുവയലിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് 2 പേരുടെ പേരുകൾ മാറിപ്പോയതാണ്. ഈ ജാനകിയമ്മ പായുംപുറത്തിൻ്റെ വോട്ട് ചെയ്തത് ജാനകിയമ്മ കൊടശ്ശേരിയാണ്. 2 പേരും അയൽവാസികളാണ്. ഈ ജാനകിയമ്മ പായുംപുറത്താണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി, വീട്ടിലെത്തി വോട്ട് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നത്. പക്ഷേ അത് BLO അവിടെ ജാനകിയമ്മ കൊടശ്ശേരി എന്ന് പറയുന്ന 80 വയസ്സുകാരിക്ക് ആ വോട്ട് ചെയ്യാനുള്ള അവസരം നൽകി. അവിടുത്തെ LDFൻ്റെ ഏജൻറ്റ് ഇത് ജാനകിയമ്മയല്ല, ഈ അപേക്ഷിച്ച ജാനകിയമ്മ അല്ല എന്ന് പറഞ്ഞിട്ടും ആ BLO അതിന് കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് മാത്രമല്ല, അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ബൂത്ത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, ബൂത്ത് ലെവൽ ഓഫീസർ, ഇവരെയാണ് കലക്ടർ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഇവർക്കെതിരെ കേസെടുക്കാനും സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാവൂർ പോലീസ് ഈ 4 ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അവിടുത്തെ ബൂത്ത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ലെവൽ ഒബ്സർവർ, അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർ, ഈ 4 ഉദ്യോഗസ്ഥരാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ UDFനെതിരെയാണ് പരാതി. LDFനെതിരെയും സമാനമായ പരാതി നേരത്തെ പല ഭാഗത്തും ഉന്നയിക്കപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ UDFനെതിരെ BJPയും ഈ കാര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ UDF ഏത് വിധേനയും ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് എന്നുള്ളതാണ് BJPയുടെയും LDFൻ്റെയും പരാതി. PS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.